السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നാസിയാത്തിലെ 33 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനുശേഷമുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മതാഅൻ ലക്കും വലിഅൻആമിക്കും متاعا لكم ولأنعامكم متاعا لكم ولأنعامكم فإذا جاءت الطامة الكبرى فإذا جاءت الطامة الكبرى فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى وبرزت الجحيم لمن يرى وبرزت الجحيم لمن يرى فأما من طغى فأما من طغى فأما من طغى وآثر الحياة الدنيا وآثر الحياة الدنيا وآثر الحياة الدنيا فإن الجحيم هي المأوى فإن الجحيم هي المأوى فإن الجحيم هي المأوى متاعا لكم ولأنعامكم. 27-ാമത്തെ ആയത്ത് മുതൽ 32-ാമത്തെ ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആകാശത്തിലും ഭൂമിയിലും അതേപോലെ തന്നെ അള്ളാഹു ഭൂമിയിൽ മുളപ്പിച്ച സസ്യങ്ങളും പർവ്വതത്തെ ഉറപ്പിച്ചു നിർത്തുന്നതും ഈ പറഞ്ഞതെല്ലാം മതാഅൻ ലക്കും നിങ്ങൾക്കുള്ള ഉപകാരമായിട്ടാണ്. മതാഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻഫഅതൻ ലക്കും നിങ്ങൾക്കുള്ള ഉപകാരമായിക്കൊണ്ട്. പിന്നെ ആർക്കുള്ള ഉപകാരം എന്നോണമാണ് വലി അൻആമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഈ സംവിധാനിച്ച സംവിധാനങ്ങളെല്ലാം മനുഷ്യന്മാരായ ആളുകൾക്കും മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന കന്നുകാലികൾക്കുമുള്ളതാണ് എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികൾ സൃഷ്ടിച്ചു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു നഹ്ലിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വൽ അൻആമ ഖലഖഹാ ലക്കും.
കന്നുകാലികളെയും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. കന്നുകാലികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. നിങ്ങൾക്ക് അതിലൊരുപാട് ഉപകാരങ്ങളുണ്ട്. തണുപ്പകറ്റാനുള്ള കമ്പിളികളും മറ്റും പ്രയോജനങ്ങൾ അതിലുണ്ട്. വമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. സൂറത്തു നഹ്ലിലെ 6-ാമത്തെ ആയത്തില് വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾ മേയാൻ വിടുന്ന സമയത്തും അവയിൽ നിങ്ങൾക്ക് കൗതുകമുണ്ട് എന്നാണ്. ഒരുപാട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ കന്നുകാലികളിലുണ്ട്. സൂറത്തു നഹ്ലിലെ 7-ാമത്തെ ആയത്തിൽ വതഹ്മിലു അസ്ഖാലക്കും, നിങ്ങളുടെ ഭാരം എന്ത് ചെയ്യുന്നുണ്ട്? ആ കന്നുകാലികൾ ചുമക്കുന്നുണ്ട്. ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്. ആ കന്നുകാലികൾ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ പ്രയാസപ്പെടുമായിരുന്നു നിങ്ങളുടെ ആ ഭാരിച്ച വസ്തുക്കൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലറഊഫുർ റഹീം, അങ്ങേയറ്റത്തെ ദയയുള്ളവനും കാരുണ്യം ചൊരിയുന്നവനുമാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ്. സൂറത്തു നഹ്ലിലെ 8-ാമത്തെ ആയത്തിൽ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന. അല്ലാഹു കുതിരകളെയും കോവർ കഴുതകളെയും അൽ ഹമീർ കഴുതകളെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിതർകബൂഹ, നിങ്ങൾ അതിനെന്ത് ചെയ്യണം? വാഹനമായി ഉപയോഗിക്കണം. വസീന, ഒരു അലങ്കാരവുമാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് എന്ത് ചെയ്യുന്നു? അല്ലാഹു സൃഷ്ടിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ മതാഅൻ ലക്കും വലി അൻആമിക്കും എന്ന് പറയുമ്പോൾ അല്ലാഹു പറയാണ് ഈ പറഞ്ഞതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്കും കന്നുകാലികൾക്കുമാണ്. എന്നാൽ സൂറത്തു അൻ-നഹ്ലിൽ അല്ലാഹു പറയുന്നത് കന്നുകാലികളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്ന്. മനുഷ്യന്മാരുടെ വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കന്നുകാലികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അതിനുശേഷം അല്ലാഹു പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ്. ഉയർത്തെഴുന്നേൽറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സൂറത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അവസരത്തിൽ എന്തൊക്കെയാണ് ഭൂമുഖത്ത് നടക്കുക, എന്തായിരിക്കും കുറ്റവാളികളുടെ അവസ്ഥ, എന്തായിരിക്കും പ്രതിഫലം ചെയ്ത ആളുകളുടെ അവസ്ഥ എന്നാണ് ശേഷം വിവരിക്കുന്നത്. 34-ാമത്തെ ആയത്ത് ഫഇദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്റാ. ഫഇദ ജാഅത്, വന്നു കഴിഞ്ഞാൽ, വന്നാൽ, അത്താമ്മ, മഹാവിപത്ത് എന്നാണ്. താമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപത്തിനെയാണ് താമ്മ എന്ന് പറയാം. എന്നിട്ട് അള്ളാഹു പറയുന്നത് അൽ കുബ്റ, അത് ഏറ്റവും വലുതാണ്. അപ്പൊ ഇവിടെ ഇദാ ജാഅത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇദാ ജാഅത്, അത് വന്നു കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞാൽ. അത്താമ്മ എന്ന് പറഞ്ഞാൽ അന്നഫ്ഖത്തു സാനിയ, രണ്ടാമത്തെ ഊത്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ. താമ്മയുടെ ശരിക്കുമുള്ള അർത്ഥം, ആ പദത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ താമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ചുഴ്ന്നു നിൽക്കുന്നത് എന്നാണ്. എല്ലാത്തിനെയും അതിജയിക്കുകയും എല്ലാത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്ന ഒന്നെന്തെയും വരുന്ന. ഇദാ ജാഅതി താമ്മ അൽ കുബ്റ. താമ്മ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വിപത്ത് എന്നാണ്. അതിലേക്ക് അള്ളാഹു എന്തും ചേർത്തു, അൽ കുബ്റ, ഏറ്റവും വലുത് എന്നാണ്. ഏറ്റവും വലുത്. അവിടെയാണ് ചില സൂറത്തിൽ ഖിയാമത്ത് നാളെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത് യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. അറബിയിൽ മുലയൂട്ടുന്ന സ്ത്രീക്ക് എന്താണ് ഉപയോഗിക്കാറുള്ളത്? പദം മുർളിഅ എന്നാണ്. മുർളിഅ എന്നാണ് അറബിയിൽ മുലയൂട്ടുന്ന സ്ത്രീക്ക് ഉപയോഗിക്കാറുള്ള പദം. എന്നാൽ ആ ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ചത് മുർളിഅത്ത് എന്നാണ്. ഒരു താവും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത് പണ്ഡിതന്മാർ അതിനെ രണ്ടിനും വേർതിരിച്ചു പറയുന്നത്. അതായത് മുർളിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലയൂട്ടുന്നവൾ, മുർളിഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ഖിയാമത്ത് നാളെ സംഭവിക്കും. യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, അശ്രദ്ധയിലായി പോകുന്ന. അതായത് ഒരു കുട്ടിക്ക് ഉമ്മ മുലയൂട്ടുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധാപൂർവമാണ് എന്ത് ചെയ്യുക? മുലയൂട്ടൽ. എന്നാൽ ഖിയാമത്ത് നാൾ നടന്നു കഴിഞ്ഞാൽ യാതൊരു ശ്രദ്ധയും ആ കുട്ടിയുടെ വിഷയത്തിൽ ഉമ്മാക്ക് ഉണ്ടാവുകയില്ല. അതാണ് പറഞ്ഞത് ഖിയാമത്ത് നാള് എന്നത് അത്താമ്മയാണ്. എല്ലാത്തിനെയും ചുഴ്ന്നു നിൽക്കും. ആളുകളൊക്കെ ആ ഖിയാമത്ത് നാളിലേക്ക് എന്ത് ചെയ്യും? ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും.
മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വസ്സാഅതു അദ്ഹാ വഅമർ. ആ ഖിയാമത്ത് നാളിന്റെ സന്ദർഭം എന്നത് വളരെ ആപൽകരവും ഏറ്റവും കൈപ്പേറിയതുമാണ് ഖിയാമത്ത് നാളിന്റെ സന്ദർഭം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ്? ഫഇദാ ജാഅത്തി താമത്തുൽ കുബ്ര. അങ്ങനെ ആ മഹാവിപത്ത് വന്നു കഴിഞ്ഞാൽ യൗമ, അന്നേ ദിവസം, യതദക്കറുൽ ഇൻസാനു, മനുഷ്യൻ ഓർമ്മിക്കും, മനുഷ്യൻ ചിന്തിക്കും, മാ സആ, അവൻ എന്താണ് അധ്വാനിച്ചത് എന്നതിനെ പറ്റി മനുഷ്യൻ ചിന്തിക്കുമെന്നാണ്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ. അപ്പൊ ഇവിടെ യൗമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഖിയാമത്ത് നാളാണ്. ആ ഖിയാമത്ത് നാളിൽ യതദക്കറു, അവൻ ചിന്തിക്കും, അൽ ഇൻസാൻ, മനുഷ്യന്മാർ മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും ചിന്തിക്കുന്ന മാ സആ, എന്താണ് അവൻ പ്രവർത്തിച്ചത് എന്ന്. അപ്പോൾ ഖൈറിനെ കുറിച്ചും ഷർറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഏടുകൾ ലഭിക്കും. ആ ഏടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഓരോന്നും ആലോചിക്കും, എന്ത് നന്മകളാണ് അവൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ തിന്മകളാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ദിവസം അവൻ ആലോചിക്കുന്നുള്ളതാണ്. സഅദി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ഫയതമന്ന സിയാദത മിസ്ഖാല ദർറത്തിൻ ഫീ ഹസനാതിഹി, അവൻ്റെ നന്മയുടെ ഏടിൽ ഒരു മിസ്ഖാലു ദർറ, ഒരു അണിമണി തൂക്കം നന്മ ഒന്ന് അധികരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നതാണ്. വയഹ്സനു ലിസിയാദതി മിസ്ഖാലി ദർറത്തിൻ ഫീ സയ്യിആതിഹി, അവൻ്റെ ഏടിൽ എന്തെങ്കിലും ഒരു ചെറിയ തിന്മ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ അവൻ വ്യസനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ കൊതിക്കുക ഒറ്റൊരു നന്മയാണ്, ചെറിയ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. എന്നാൽ അതേ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നന്മയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ്. എവിടെയൊക്കെയാണോ നമുക്ക് നന്മയിൽ പങ്കെടുക്കുവാനും പങ്കുചേരാനും സാധിക്കുന്നത് അവിടെയെല്ലാം ആ നന്മയുടെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ അതേ സമയത്ത് തിന്മയുടെ ചെറിയ ഒരു അളവ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള അതീവ പരിശ്രമവും എന്ത് ചെയ്യണം? നമ്മുടെ അടുക്കൽ ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് നന്മയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം എന്നുള്ളത് വളരെ തുച്ഛമാണ്. സമയം നമ്മൾ കണ്ണിമ വെട്ടുന്ന ആ ഒരു നിമിഷം എന്തെയും ദിവസങ്ങൾ കടന്നു പോകും. ദിവസങ്ങൾ അങ്ങനെ മാസങ്ങളായും ആഴ്ചകളായും വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. മാസങ്ങൾ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യും? നമ്മെ കടന്ന് വേദിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല. ഓരോ വർഷവും അതിവേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ വേഗതയിൽ നമ്മുടെ നന്മകൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. അതല്ല സമയം അതിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുകയും നമ്മൾ വളരെ പിന്നിലുമാണ് എങ്കിൽ നമ്മുടെ നന്മകൾ എന്ത് ചെയ്യും? ഒരുപാട് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. തിന്മകൾ ഒരുപാട് വർദ്ധിക്കുന്ന അവസ്ഥകളുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉംറു എന്നത്, നമ്മുടെ വയസ്സ് എന്നത്, നമ്മുടെ ആയുസ് എന്നത് ബറക്കത്തില്ലാത്തതായിട്ട് എന്ത് ചെയ്യും? മാറ്റപ്പെടും എന്നുള്ളതാണ്. അതായത് ഒരുപാട് വർഷം ജീവിക്കുക എന്നുള്ളതല്ലല്ലോ ഒരു ലക്ഷ്യം എന്നുള്ളത്, മറിച്ച് ജീവിക്കുന്ന കാലം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യം ലഭിച്ച ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്, എന്നാൽ അതേ സമയത്ത് അവൻ്റെ നന്മകളും ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ആ ഹദീസിന്റെ നേർ വിപരീതം എന്താ? ഒരാൾ ഒരുപാട് കാലം ജീവിച്ചു, എന്നാലോ തിന്മയിലാണ് ജീവിച്ചത് എങ്കിൽ അവൻ്റെ ജീവിതമാണ് ഏറ്റവും ഐശ്വര്യം കെട്ട ജീവിതം ആ വ്യക്തി ജീവിക്കുന്ന ജീവിതം. അതുകൊണ്ട് വർഷങ്ങൾ കഴിയും തോറും പുതിയ നന്മകൾ ജീവിതത്തിലേക്ക് ചേർന്ന് വരികയും അതോടൊപ്പം തന്നെ പഴയ നന്മകൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാണ്. യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ദിവസം വരും. മാ സഅ, അവൻ പ്രവർത്തിച്ചതിനെ കുറിച്ച്, എന്തൊക്കെയാണോ അവൻ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഇഖ്റ കിതാബക, നീ നിന്റെ കിതാബ് വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക അൽയൗമ, ഇന്നേ ദിവസം നിനക്ക് നിന്റെ നഫ്സിന് മതിയായതാണ്. അലൈക്കൽ ഹിസാബ്, ഹിസാബ് എന്നോണം ഈ വേദഗ്രന്ഥം നിനക്ക് മതിയായതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവൻ്റെ അടുക്കൽ കിതാബ് കൊടുക്കുന്ന.
ആ കിതാബിനെ കുറിച്ചാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യാറുള്ളത്. മാ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ഒരു ചെറുതും ഒരു വലുതും ഒന്നും തന്നെ എന്തുണ്ടാവില്ല, അതിൽ രേഖപ്പെടുത്താത്തതായി ഉണ്ടാവുകയില്ല എന്നാണ്. എല്ലാം ആ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ തന്നെ എത്ര വലിയ ഏടുകൾ വേണം. അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചതും നമ്മൾ മറന്നുപോയത്, നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്യും, അതിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. ഒന്നും രേഖപ്പെടുത്തപ്പെടാത്തതായി ബാക്കിയാവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതീവ ശ്രദ്ധ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ്. പലപ്പോഴും നമുക്ക് ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുള്ളത്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഇത് CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകും. നമ്മളെന്ത് ചെയ്യും, നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും അവിടെ നമ്മൾ പെരുമാറുക. ഒന്നും നമ്മൾ ചെയ്യൂല, ഒരു കോപ്രായങ്ങളും നമ്മൾ കാണിക്കൂല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം മൊത്തം എന്താണ്, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ളതാണ്. ജീവിതം മൊത്തം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ പോലും വിട്ടുപോകാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്ന് എഴുതി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് അറിയുകയോ അതല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതുമല്ല എങ്കിൽ നമ്മൾ അതിൽ അശ്രദ്ധരായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മെക്കുറിച്ചൊന്ന് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഓരോ സമയവും ഓരോ നിമിഷങ്ങളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഓർമ്മ എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കും, മാ സഅ, അവൻ പ്രവർത്തിച്ചതിനെ കുറിച്ച്. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ, വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. ബർറസ യുബർരിസു ബുർരിസ. ബുർരിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽഹിറത് ഇൽഹാറൻ ബയ്യിനൻ, വ്യക്തമായി ഒരു കാര്യം വെളിവാക്കപ്പെടുന്നതിനെയാണ് ബുർരിസ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വബുർരിസത്, വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്ന എന്ത്, അൽ ജഹീമു, നരകം. നരകം കാണിക്കപ്പെടും. ലിമൻ യറാ, കാഴ്ചയുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, നരകം കാണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്ന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ കത്തിയാളുന്ന നരകം എല്ലാ കാഴ്ചയുള്ള മനുഷ്യന്മാരും എന്ത് ചെയ്യും, അത് കൃത്യമായി കാണും എന്നുള്ളതാണ്. മറ്റു ചില അഭിപ്രായങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാഫിറുകൾ എന്ത് ചെയ്യും, ആ നരകത്തെ കാണുന്നതാണ്. എന്തിനു വേണ്ടി, അവർക്ക് വരാനുള്ള ശിക്ഷയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടും അവരെ പേടിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും കാഫിറുകൾക്ക് എന്ത് ചെയ്യും, ഈ നരകം കാണിക്കുന്ന. എന്നാൽ അതേ സമയത്ത് വിശ്വാസികൾക്കും കാണിക്കും. എന്തിനു വേണ്ടി, വിശ്വാസികൾ മനസ്സിലാക്കണം, ഈ നരകത്തിൽ നിന്നാണ് അള്ളാഹു അവരെ സംരക്ഷിച്ചത്. ഇത്രയും പോകുന്ന വലിയ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിച്ചുവല്ലോ എന്ന ഒരു അള്ളാഹുവിനോടുള്ള ശുക്ർ അവർക്ക് ഉണ്ടാകണം എന്നതുകൊണ്ട് എന്ത് ചെയ്യും, അള്ളാഹു ആ നരകത്തെ അവർക്കും കൂടി കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നരകം വെളിപ്പെടുത്തപ്പെടും, നരകം അവർക്ക് മുമ്പാകെ വളരെ കൃത്യമായി കാണിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതൊരു പേടിപ്പെടുത്തലിൻ്റെ സ്വരമാണ്. അതൊരു പേടിപ്പെടുത്തലിൻ്റെ സ്വരമാണ് ആ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്ത് കാരണത്താലാണ് ഈ പറയുന്ന ആളുകൾ നരകത്തിലേക്ക് പോകാൻ ഇടയായിട്ടുള്ളത് എന്നാണ് ശേഷം പറയുന്നത്. ഫഅമ്മ മൻ തഗ, ഫഅമ്മ എന്നാൽ മൻ തഗ, അതിര് കവിഞ്ഞ ആളുകൾ, അതിര് കവിഞ്ഞ ആളുകൾ. അപ്പൊ തഗ ഇത്ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കവിയാന്നാണ്. അപ്പൊ അതിര് കവിയ എന്ന് പറയുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവും, അതിലെന്ത് ചെയ്യാം, അത് പ്രവർത്തിക്കാതെ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അത് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യാം, അതിര് കവിയ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് അള്ളാഹു വെച്ച വിധിവിലക്കുകൾ, ആ വിധിവിലക്കുകൾക്ക് അപ്പുറം കിടക്കുക എന്നതാണ് തഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും വിരോധനങ്ങളെയും അതൊന്നും യാതൊരു ശ്രദ്ധയും അതിന് പുലർത്താതെ, അതൊക്കെ വളരെ ലാഘവത്തോടു കൂടി അതിനോട് നമ്മൾ പെരുമാറി, അങ്ങനെ അതിരുവിട്ട ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നരകം ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതിക്രമിച്ചു, അതല്ലെങ്കിൽ അതിരുവിട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിരുവിടലിന്റെ മാനദണ്ഡം എന്നാണ് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിരുവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവർ അതിരുവിട്ടത്? വആസറൽ ഹയാത്തദ് ദുനിയ, അവരുടെ അതിരുവിടലിനെ കുറിച്ചാണ് അള്ളാഹു 38-ാമത്തെ ആയത്തിൽ പറയുന്നത്. വആസറ, ആസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ
ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കും. അതിനെയാണ് ആസറ എന്ന് പറയുക. ആസറ, അവരെന്ത് ചെയ്തു? ആസറ, പ്രാമുഖ്യം കൽപ്പിച്ചു. അൽ ഹയാത ദുനിയ, ദുനിയാവിലെ ജീവിതത്തെ. അപ്പോൾ ദുനിയാവിലെ ജീവിതത്തിന് അവർ പ്രാമുഖ്യം കൽപ്പിച്ചു എന്ന്. ഇവിടെ എന്തിനേക്കാളാണ് ദുനിയാവിലെ ജീവിതത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. എന്തിനേക്കാളാണ്? ആഖിറത്തിനേക്കാൾ എന്ത് ചെയ്തു? ദുനിയാവിലെ ജീവിതത്തെ അവർ പ്രാമുഖ്യത്തോടു കൂടി കണ്ടു. കാരണം ദുനിയാവിലെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടാകുക? ആഖിറത്തിലെ ജീവിതമാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത്? ആഖിറത്തിനെ കുറിച്ച് പ്രതിപാദിക്കാത്തത് എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അലൽ ആഖിറതി ഫസാറ സഅയുഹു ലഹ, അവരുടെ എല്ലാ പരിശ്രമവും ദുനിയാവിന് വേണ്ടിയിട്ടാണ്. വവഖ്തുഹു മുസ്തഗ്രിഖൻ ഫീ ഹുദൂലിഹാ വശഹവാതിഹാ, ദുനിയാവിൻ്റെ ദേഹേച്ഛയിലും ദുനിയാവിൻ്റെ ഓഹരികളിലുമാണ് അവരുടെ മിക്ക സമയങ്ങളും അവർ ചെലവഴിക്കുന്നത്. വനസിയൽ ആഖിറ, അങ്ങനെ ആഖിറം എന്ത് ചെയ്തു? അവർ മറന്നു. വതറക്കൽ അമല ലഹ, ആ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും എന്ത് ചെയ്തു? അവർ മറന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വആഖിറൽ ഹയാത ദുനിയ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ആഖിറത്തിനാണ് എന്നുള്ളതാണ്. ആഖിറത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. ആഖിറത്തിനെ തുടർന്നിട്ടാണ് എന്ത് വരേണ്ടത്? ദുനിയാവിലെ ജീവിതം വരേണ്ടതെന്നാണ്. അതായത് ദുനിയാവിൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ പോലും നമ്മൾ എന്തിനെ കാണേണ്ടതുണ്ട്? ആഖിറത്തിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ നല്ല നിയ്യത്ത് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെയും ഇബാദത്താക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ പറയുന്ന ആയത്ത് നമ്മെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. വആഖിറൽ ഹയാത ദുനിയ, അത്തരം ആളുകൾ ദുനിയാവിലെ ജീവിതത്തിന് പ്രാമുഖ്യം നൽകിയെന്നാണ്. നമ്മൾ ഏതൊരു ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത് എന്ന് വളരെ യാഥാർത്ഥ്യത്തോടു കൂടി നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളും ദുനിയാവിലെ ജീവിതത്തിനാണ് എന്ത് ചെയ്യുന്നുള്ളത്? പ്രാമുഖ്യം കൽപ്പിക്കുന്നുള്ളത് എന്നാണ്. പല ആളുകളും സലഫുകളുടെ ഒരുപാട് ഉദ്ധരണികൾ ഈ വിഷയത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ദുനിയാവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും നമ്മുടെ ഹൃദയം എത്രത്തോളം ദുനിയാവിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് എന്നെന്ത് ചെയ്യും? നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇസ്ഹദ് ഫിദ് ദുനിയ, നീ ദുനിയാവിൽ എന്ത് ചെയ്യണം? സുഹൃദുള്ളവനാകണം, വിരക്തിയുള്ളവനാകണം. ദുനിയാവിനോട് അത്തര താല്പര്യങ്ങളൊന്നുമില്ലാതെ ആഖിറത്തിന് താല്പര്യമുള്ള വ്യക്തിയായി നീ മാറണം. യുഹിബ്ബക്കല്ലാ, നിന്നെന്തെയും അള്ളാഹു ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കരങ്ങളിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, ആ വസ്തുക്കളെ തൊട്ടും നീ എന്ത് ചെയ്യണം? സുഹൃദുള്ളവനാകണം. യുഹിബ്ബക്കന്നാസ്, നിന്നെ ജനങ്ങളും എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് വിരക്തി ഉണ്ടാകണം. ദുനിയാവിൻ്റെ ജീവിതത്തോട് അങ്ങേയറ്റത്തെ വിരക്തി നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് വിവരിക്കാൻ. എന്താണ് തഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഫഅമ്മാ മൻ തഗ വആഖറൽ ഹയാത ദുനിയ, ദുനിയാവിലെ ജീവിതത്തിന് അവർ പ്രാമുഖ്യം നൽകി. ഈ പറയുന്ന ദുനിയാവിലെ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുക എന്ന ആശയം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സലഫുകൾ എങ്ങനെയാണ് ദുനിയാവിനെ കണ്ടിരുന്നത് എന്നുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വായിക്കേണ്ടതുണ്ട്. യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, മനിത്തഖദ മിൻ തആമിൻ വാഹിദിൻ സലാസത അൽവാനിൻ ഫഖദ് തഗാ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തി ഒരു ഭക്ഷണം അതും എങ്ങനെയുള്ള ഭക്ഷണമാണ്? അതിൻ്റെ മൂന്ന് വെറൈറ്റികൾ അവൻ്റെ മുമ്പിലുണ്ട് എങ്കിൽ ഫഖദ് തഗ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിര് കടന്നിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തമായ 3 രൂപങ്ങൾ അവൻ്റെ അടുക്കലുണ്ട് എങ്കിൽ അവൻ ദുനിയാവിന് പ്രാമുഖ്യം കൽപ്പിച്ചവനാണ് എന്നാണ്. അവന് ദുനിയാവിനെ ഓഹരിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ളതെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദുനിയാവിനോടുള്ള സ്നേഹവും ഇഷ്ടവും എത്രയാണ് എന്നുള്ളത് നമുക്ക് അളന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തിട്ടപ്പെടുത്താൻ പറ്റൂല എന്നാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ സ്വന്തത്തെക്കുറിച്ച് കുറച്ചും കൂടി അമിതമായി വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നതല്ല ഞാനൊക്കെ ആഖിറത്തിനാണ് മുൻഗണന നൽകുന്നത് എന്നത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണ്. ആ തോന്നലിൽ നിന്ന് വിട്ട് കടന്നുകൊണ്ട് ഞാൻ ദുനിയാവിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എന്ന ബോധ്യം, എന്ന യാഥാർത്ഥ്യം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ കയറണം. എങ്കിലേ ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. മറ്റത് നമുക്ക് തോന്നുന്നത് ഞാൻ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ്. എന്നാൽ നമ്മുടെ സമയങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപാടുകളും ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം
നമ്മുടെ പരമമായ ലക്ഷ്യം ദുനിയാവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുന്ന. ഹുദൈഫ റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നത്, അഖ്വഫു മാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അൻ യുക്സിറു മാ യറൗന അലാ മാ യഅലമൂൻ. അദ്ദേഹം പറയാൻ, ഈ ഉമ്മത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ദുനിയാവിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനവർ പ്രാമുഖ്യം കൽപ്പിക്കും, അതിനവർ പ്രാധാന്യം കൽപ്പിക്കും. എന്തിനേക്കാൾ? അലാ മാ യഅലമൂൻ, അവർ അറിയുന്നതിനേക്കാളും. അവർക്കറിയാം ആഖിറമാണ് ഏറ്റവും ഉത്തമം എന്നത് അവർക്കറിയാം. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, ആഖിറത്താണ് ഏറ്റവും ഖൈറായതും എന്നെന്നും നിലനിൽക്കുന്നതും ആഖിറത്താണ്, അതറിയാം. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യും? അവർ കാണുന്ന ദുനിയാവിന് എന്ത് ചെയ്യും? അവർ അമിതമായ പ്രാമുഖ്യം കൽപ്പിക്കുന്ന. ഇബ്നു മുബാറക് റഹിമഹുല്ല ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കാൻ, കഫാ ബി വല്ലാഹി ദംബൻ, അല്ലാഹുവാണ് സത്യം, കുറ്റമായിക്കൊണ്ട് പാപമായിക്കൊണ്ട് മതിയായതാണ് അൻ യകൂന അല്ലാഹു അസ്സ വജല്ല യുസ്ഹിദുനാ ഫിദ് ദുനിയ, അല്ലാഹു ദുനിയാവിനോട് വിരക്തി കൽപ്പിക്കാൻ വേണ്ടി നമ്മോട് പറയുന്നു, വനഹ്നു നർഗബു ഫീഹാ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ദുനിയാവിനെ ഇങ്ങനെ ആഗ്രഹിക്കാൻ. അതായത് ദുനിയാവിനെ ആഗ്രഹിക്കുക എന്നുള്ളത് തന്നെ പാപമായിക്കൊണ്ട് മതിയായതാണ് എന്നാണ്. ഒരാൾ ചെയ്യുന്ന തിന്മയായിക്കൊണ്ട് മതിയായതാണ് ദുനിയാവിനെ ഇങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ള പ്രവർത്തനം. മറ്റൊരു ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അഖുല്ലക മാ ലഖിയക ദിക്റുക ബിഹള്ളിക മാ ലഖിയക ദകറക ബിഹള്ളിക മിനല്ലാഹി ഖൈറുൻ ലക മിൻ അഖിൻ ലക കുല്ലമാ ലഖീത വലാ ഫീ കഫിക ദീനാറൻ. ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ല പറയുന്നത്, അതായത് നിനക്ക് എപ്പോഴും ഒരു സഹോദരനെ കാണാൻ, ആ സഹോദരൻ നീ കാണുന്ന സന്ദർഭത്തിലെല്ലാം നിനക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തരാൻ. അങ്ങനെയുള്ള സുഹൃത്താണ് നിനക്ക് ഏറ്റവും ഖൈറായത്. എന്തിനേക്കാളും? ദുനിയാവിനെ കുറിച്ചും ദീനാറിനെ കുറിച്ചും നിന്നോട് സംസാരിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും നല്ലത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്ന സുഹൃത്തുക്കളാണ് എന്ന്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സംസാരങ്ങളിൽ പലപ്പോഴും ഇത്തരം ദുനിയാവിലെ ഓഹരികളെ കുറിച്ചുള്ള സംസാരമായിരിക്കും അധികം ഉണ്ടാകുക എന്നുള്ളത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബാക്കളെ തൻ്റെ കൂട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഹാബാക്കളൊക്കെ വിളിച്ച് പറയുന്ന, നുഅ്മിൻ സാഅ, നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സമയം ഇരിക്കാം, ഈമാനികപരമായ സംസാരം നമുക്ക് സംസാരിക്കാം, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം, റസൂലിനെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാം എന്ന് പറയുമായിരുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ സംസാരങ്ങൾ പലതും എന്താണ്? ദുനിയവിയായ സംസാരങ്ങളിലാണ് നമ്മൾ ഏർപ്പെടാറുള്ളത്. മറ്റൊരു സംഭവമായിക്കൊണ്ട് ഇബ്നു അബി കഅബ് അൻ അബി ഇബ്നു കഅബ് റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ല ഉദ്ധരിക്കാൻ, ഇന്നല്ലാഹ തആല ജഅല മത്അമ ബനി ആദമ മസലൻ ലിദ്ദുനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ തുലനം ചെയ്യാൻ എന്തിനോട്? മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണത്തോട് സാദൃശ്യപ്പെടുത്താൻ. വഇൻ മല്ലഹഹു വഖസ്സഹഹു ഫഖദ് അലിമ ഇലാ മാ യുസിർ, നമുക്കറിയാം ഭക്ഷണം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ അവസാനം എന്താ? അതുപോലെയാണ് ദുനിയാവിൻ്റെ അവസാനം. ഒന്നുമില്ല, ഒരു വിലയും ഇല്ലാത്തതാണ് ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി തരാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി ഓടി വന്നു എന്നാണ്. നബി ആ സമയത്ത് അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് പാരായണം ചെയ്യാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, യഖൂലു ഇബ്നു ആദം, മനുഷ്യൻ പറയുന്നു, മാലി മാലി, എൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കാൻ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാൻ, വഹല്ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത, നിന്റെ ധനം എന്ന് പറയുമ്പോൾ എന്താ ആ ധനത്തിലുള്ളത്? നീ തിന്നതും ആ തിന്ന് നീ അവസാനിപ്പിച്ചതുമല്ലാതെ, ആ തിന്ന് നിനക്ക് നഷ്ടപ്പെട്ടതുമല്ലാതെ മറ്റൊന്നുമില്ല. നിന്റെ ധനം എന്ന് പറയാൻ ഒന്നുമില്ല. ഔ ലബിസ്ത ഫഅബ്ലൈത്, അല്ലെങ്കിൽ നീ ധരിച്ചതാണ് നിന്റെ ധനം, നീ ധരിക്കുന്നതിൻ്റെ വസ്ത്രമാണ് നിന്റെ ധനം. ആ വസ്ത്രത്തിൻ്റെ അവസ്ഥ എന്താ? അത് നുരുമ്പിപ്പോയിട്ടുണ്ട്. ഔ തസദ്ദഖ്ത ഫഅംലൈത്, അതല്ലെങ്കിലോ നീ സ്വതക്ക കൊടുത്തു, അതെന്ത് ചെയ്തു? അങ്ങനെ പോയി. അതുകൊണ്ട് ധനം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ്. ധനം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. നീ തിന്നതും നീ കുടിച്ചതും നീ ധരിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ് ധനം എന്ന് പറയാൻ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു സംഭവമായിക്കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്,
അൻതുമുൽ യൗമ അത്വലു ഇജ്തിഹാദൻ വഅത്വലു സ്വലാത്തൻ ഔ അക്സറു സ്വലാത്തൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെക്കാളും കൂടുതൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, കൂടുതൽ നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കാം. പക്ഷേ വകാനു ഖൈറൻ മിൻകും, അവർ നിങ്ങളെക്കാളും ഖൈറുള്ള ആളുകളായിരുന്നു എന്നാണ്. ഫഖീല ലിമ, അപ്പോൾ ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ? ഞങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് നോമ്പ് നോക്കുന്നു, ഞങ്ങൾ ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്നു, എന്നിട്ടും സ്വഹാബാക്കളാണ് ഏറ്റവും ഉത്തമർ എന്ന് പറയാൻ കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാനു അസ്ഹദ മിൻകും ഫിദ്ദുനിയ വഅർഗബു ഫിൽ ആഖിറ, അവർ ദുനിയാവിനോട് അങ്ങേയറ്റത്തെ സുഹുദുള്ള വിരക്തിയുള്ള ആളുകളും എന്ന ആഖിറത്തിലേക്കോ അങ്ങേയറ്റം താല്പര്യമുള്ള ആളുകളുമായിരുന്നു ആ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ദുനിയാവിനെ സമീപിക്കേണ്ട രൂപം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ട് നബിയോട് എന്ത് ചെയ്തു? ദുനിയാവിലെ ഓഹരി ചോദിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. നബി എന്ത് ചോദിച്ചാലും കൊടുക്കുമായിരുന്നു എന്നാണ്. നബി ഇല്ല എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിൽ മാത്രമാണ്? നബി ഇല്ല എന്ന് പറയാറുള്ളത് ഏത് സന്ദർഭത്തിൽ മാത്രമാണ്? നബി എന്ത് ചോദിച്ചാലും കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദർഭത്തിൽ മാത്രമായിരുന്നു ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നബി ഇല്ല എന്ന് പറയാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല എന്ന വാക്ക് ഉപയോഗിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടി മാത്രം. അതല്ലാത്ത എല്ലാ സന്ദർഭത്തിലും ആര് ചോദിച്ചാലും കൊടുക്കും. അത് നബിയുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സഹാബി വന്നിട്ട് ഒരു വലിയ വിലപിടിപ്പുള്ള വസ്ത്രം കൊടുക്കും. ആ വിലപിടിപ്പുള്ള വസ്ത്രമാണ് എന്ത് ചെയ്യുക, മറ്റൊരു വ്യക്തി വന്നിട്ട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ എന്ത് ചെയ്യും, അത് ഊരി കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അത്രയും സദഖയുടെ വിഷയത്തിൽ നബി, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ അത്രയും ഉന്നതനായിരുന്നു. അതാണ് ചില ഹദീസുകളിൽ നമ്മൾ കണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ഔദാര്യവാനായിരുന്നു എന്ന് നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നബിയോട് ചോദിച്ചു, നബി കൊടുത്തു. ഹക്കീം ഇബ്നു ഹിസാമിന് ഒന്നാമത്തെ പ്രാവശ്യം കൊടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തു, മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തു. എന്നിട്ട് ഈ 3 പ്രാവശ്യം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഒരു നസീഹത്ത്, ഒരു ഉപദേശം കൊടുക്കുക. നബി 3 പ്രാവശ്യം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപദേശം നൽകുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഉപദേശം കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഒരു ഉപദേശം കൊടുക്കുകയാണ്. യാ ഹക്കീം, ഓ ഹക്കീമേ, ഇന്ന ഹാദൽ മാല ഖളിറത്തുൻ ഹുൽവ, ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര മാധുര്യം ഉണ്ട് എന്നാണ്, അതിന് നല്ല മാധുര്യമുണ്ട്. ഫമൻ അഖദഹു ബിസഖാവതി നഫ്സി ബൂരിക ലഹു ഫീഹി, ആരെങ്കിലും ഒരാൾ ആരോടും ചോദിക്കാതെ സ്വന്തം പ്രയത്നിച്ചുകൊണ്ട് ധനമുണ്ടാക്കി കഴിഞ്ഞാൽ അതിലെന്തുണ്ടാകും, അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിക്ഷേപിക്കപ്പെടും. എന്നാൽ അതേ സമയത്ത് വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സി, ഒരാളോട് ചോദിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ, ഒരാളോട് ചോദിച്ച് അവരോട് ആവശ്യപ്പെട്ട് അങ്ങനെ ധനമുണ്ടാക്കി കഴിഞ്ഞാൽ ലം യുബാറക് ലഹു ഫീഹി, അതിൽ യാതൊരു ബറക്കത്തും ഉണ്ടാകൂല എന്നാണ്. വകാന കല്ലദി യഅകുൽ വലാ യശ്ബ, അവൻ ഏതുപോലെയാണ്, ഭക്ഷണം കഴിച്ച് വയറ് നിറയാത്തവനെ പോലെയാണെന്ന്. ആളുകളോട് ചോദിക്കുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ പൈസ കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഭക്ഷണം കഴിച്ച് വയറ് നിറയാത്തവനെ പോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാളും ഏറ്റവും ഉത്തമം. അതായത് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന കൈയായിരിക്കണം ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്, അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന കരങ്ങൾ. എന്നിട്ട് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ പിന്നീട് പരിശോധിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു. ആ വഫാത്ത് കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഒരുപാട് സ്വതക്കയുമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു എന്നാണ്. ആളെ പറഞ്ഞയച്ചു, ഇത് ഹക്കീം ഇബ്നു ഹിസാമിന് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്, അദ്ദേഹത്തിനുള്ള ഹക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം വിസമ്മതിച്ചു എന്നാണ്. അദ്ദേഹം അത് വാങ്ങിയില്ല എന്നാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തി. ആ സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, സ്വതക്കയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭടന്മാരിലേക്ക് ഏൽപ്പിക്കുകയും ഹക്കീമിന് എന്ത് ചെയ്യണം, അത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു,
നിരസിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ലഭിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. എന്നിട്ട് പോലും അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ഉഷ്ഹിദുക്കും, ഞാൻ നിങ്ങളെ സാക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അലാ ഹകീമിൻ അന്നി അഅരിദു അലൈഹി ഹഖ്ഖഹു മിൻ ഹാദൽ ഫൈഇ ഫയഅബ അൻ യഖുദഹു, ഞാൻ ഈ പറയുന്ന യുർദാർജിത സ്വത്ത് അവൻ്റെ ഹക്കാണ്, അതാണ് ഞാൻ അവന് കൊടുത്തത്. പക്ഷെ അവൻ എന്ത് ചെയ്യാണ്? വിസമ്മതിക്കാണ്. ഫലം യർസ ഹകീമുൻ അഹദൻ മിനൻ നാസി ഷൈഅൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ തുവഫിയ. റസൂൽ ആ പറഞ്ഞതിന് ശേഷം ഒന്നും ഒരാളോടും ചോദിക്കുകയോ ഒരാൾ തന്നത് വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അത്രയും വിരക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം മൂർജിച്ച് അവസാന സന്ദർഭമുണ്ട്. റസൂലിൻ്റെ വഫാത്തിൻ്റെ അവസാന സന്ദർഭം, റസൂലിന് കഠിനമായ രോഗം ബാധിക്കുന്നുണ്ട്. റസൂലിന് തലവേദന എടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി വന്നു എന്നാണ്. നിസ്കരിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞ് മിമ്പറിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഒരു ഖുതുബ നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ വ അന അലൈക്കും ഷഹീദുൻ വ ഇന്ന മൗഇദകുമുൽ ഹൗലു വ ഇന്നി ലഅൻളുറു ഇലൈഹി വ അന ഫീ മഖാമി ഹാദാ വ ഇന്നി ലസ്തു അഖ്ശ അലൈക്കും അൻ തുശ്രികൂ. നിങ്ങൾ ശിർക്ക് ചെയ്യും എന്നുള്ളതല്ല ഞാൻ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശ അലൈക്കുമുദ് ദുനിയ അൻ തനാഫസൂഹാ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മത്തിന് ഭയപ്പെടുന്നത് ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യും? എൻ്റെ ഉമ്മത്ത് മത്സരിക്കുന്ന, ദുനിയാവിൻ്റെ വിഷയത്തിൽ എൻ്റെ ഉമ്മത്ത് മത്സരിക്കുമോ എന്നതിലാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ റസൂൽ പേടിച്ചത് നമ്മൾ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അതിൻ്റെ അലങ്കാരത്തിൽ ജീവിച്ച് അതിൽ വ്യാപൃതരായി പോകുമോ എന്നാണ് റസൂൽ പേടിച്ചത്. നമ്മൾ പേടിക്കുന്നത് എന്താ? ആ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ആ ദുനിയാവ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നാണ് നമ്മൾ പേടിക്കുന്നത്. ശരിക്കും നമ്മൾ പേടിക്കേണ്ടത് ആഖിറം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല എന്നുള്ളതാണ്. അതല്ലാതെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമോ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എൻ്റെ ഉമ്മത്ത് ദുനിയാവിൽ മത്സരിക്കുന്ന. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദുനിയാവിൻ്റെ പല കാര്യങ്ങളിലും ഉമ്മത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ വിഷയത്തിലൊക്കെ അത് നമുക്ക് വളരെ പ്രകടമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ ആളുകളും മത്സരം എന്നോണമാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കാണുന്നുള്ളതെന്നാണ്. ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ എന്ത് ചെയ്യും? ഇരട്ടി ഞാൻ ചെയ്യും എന്ന നിലക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ തത്തഖിദു അല്ലൈഅ ഫതർഗബു ഫിദ്ദുനിയ. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കൃഷിയിടങ്ങളും ഒന്നും അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഏർപ്പെടരുത്. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫതർഗബു ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ ആളുകളായിട്ട് എന്ത് ചെയ്യും? ആ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പൗരുഷമുള്ള പുരുഷന്മാരെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറഞ്ഞത്? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യൂല? അവരെ യാതൊന്നും അശ്രദ്ധയിലാക്കൂല. അവരെ ഈ പറയുന്ന കച്ചവടങ്ങളോ അവരുടെ സമ്പത്തോ ഒന്നും അവരെ അശ്രദ്ധയിലാക്കൂല. ആരെ? റിജാലും, പുരുഷന്മാര്. അപ്പോൾ നമ്മൾ യഥാർത്ഥ പൗരുഷമുള്ള പുരുഷന്മാരാണ് എങ്കിൽ അവരൊരിക്കലും ചെയ്യൂല ഈ പറയുന്ന കച്ചവടമോ അവരുടെ സമ്പത്തോ ഒന്നും തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് തടയിടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്തു ഫി റക്ബി അല്ലദീന വഖഫു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു സംഘത്തിലാണ്. റസൂലുണ്ട്, ഒരുപാട് ആളുകളുമുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? അല സഖ്ലത്തിൽ മയ്യിതതി ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറൗന ഹാദിഹി ഹാനത അല അഹ്ലിഹാ ഹത്ത അൽഖൗഹാ. ഒരു ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു എന്നാണ്. അതിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടില്ലേ, ഇതിനെ അവർക്ക് വേണ്ട, അവരിതിനെ ഒഴിവാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വഹാബാക്കൾ പറഞ്ഞു, മിൻ ഹവാനിഹ അൽഖൗഹാ യാ റസൂലല്ലാഹ്. റസൂൽ, അത് മരണപ്പെട്ടിട്ടുണ്ട്, അത് യാതൊരു ഉപകാരം ചെയ്യൂല, അതുകൊണ്ട് ലഭിക്കാനില്ല, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അതിനെ മാറ്റി വെച്ചത് എന്നാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ഫദ്ദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഹാദിഹി അല അഹ്ലിഹാ. ഇതിൻ്റെ അഹ്ലുകാർക്ക്, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണോ ആ ഉടമസ്ഥൻ ഇതിൻ്റെ ആവശ്യമില്ല.
അപ്പം ആ ഉടമസ്ഥൻ ആവശ്യമില്ലാത്തതുപോലെ അതിനേക്കാളും അങ്ങേയറ്റം നിന്ദ്യമാണ് ദുനിയാവ് എന്നാണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ മത്സരിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മുടെ സമയത്തിൻ്റെ മിക്ക ഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത്, അതിന് അള്ളാൻ്റെ അടുക്കൽ ഒരു സ്ഥാനമില്ല എന്നാണ്. അള്ളാൻ്റെ അടുക്കൽ അതിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് അള്ളാൻ്റെ അടുക്കൽ വിലയില്ലാത്ത ഒരു കാര്യം അതിന് നമ്മുടെ അടുക്കൽ എന്തുണ്ടാകാൻ പാടില്ല, വില ഉണ്ടാകാൻ പാടില്ല എന്ന്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. എന്തൊക്കെ നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നുണ്ട് എങ്കിലും അതൊക്കെ ആഖിറത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്നതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് ആഖിറത്തിലേക്ക് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കാൻ മുന്നിടണം എന്നുള്ളതാണ്. അതായത് എന്താണ് നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് മാറ്റി വെച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്ത് എനിക്ക് മാറ്റി വെക്കാൻ സാധിച്ചു? സമ്പത്തുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ബാക്കിയാകുന്ന എന്തെങ്കിലും ഒരു സ്വതക്കകൾ എനിക്ക് ഇവിടെ വിട്ടേച്ചു പോകാൻ സാധിക്കണം എന്നൊരു ചിന്തയുണ്ടാകണം. അതിൽ അത്തരം സമ്പത്തുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അറിവെന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. കാരണം അവരുടെ ആ വിഷയത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സമ്പത്ത് ആ വിഭാഗത്തിൽ ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, അറിവ് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ അതിലൂടെ വളർന്നു വരും. അങ്ങനെ വളർന്നു വന്ന അവർ സമൂഹത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യും. അതുകൊണ്ട് ആ സേവനങ്ങൾ അവർ എത്ര വർഷം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ജാരിയായ സ്വതക്കയായി നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അറിവിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം, അത് ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു ഹിഫ്ള് സ്ഥാപനം നമുക്ക് ആരംഭിക്കാൻ പറ്റും. നമുക്ക് അത്തരത്തിൽ ഹിഫ്ളിന് നല്ല കഴിവുള്ള അധ്യാപകരോട് ബന്ധപ്പെട്ട് അവരോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. അതായത് നമുക്ക് കൺകുളിർമ ഉണ്ടാകുന്ന രംഗമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ തുടങ്ങിയൊരു സ്ഥാപനം കാരണത്താൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഹാഫിലിങ്ങൾ, ഒരുപാട് ഖുർആൻ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അതിനേക്കാളും നമുക്ക് ലഭിക്കുന്ന വേറൊരു നേട്ടമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെടുമ്പോൾ ചെറിയ ഒരു രീതിയിലെങ്കിലും കുറച്ചെങ്കിലും ഒരു കുട്ടികളെ എൻ്റെ ചെലവ് കൊണ്ട് ഞാൻ ഹുഫാളുകളാക്കി, ഹാഫിലിങ്ങളാക്കി, അതല്ലെങ്കിൽ ആലിമികളാക്കി വാർത്തെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നൊരു നിയത്ത് എന്ത് ചെയ്യണം, അത്തരത്തിൽ സമ്പത്തുള്ള ആളുകൾക്കുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. അവസാനം ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ലാ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കാൻ, അദ്റക്തു അഖ്വാമൻ കാനത് ദുനിയ തഅരിദു ലി അഹദിഹിം ഹലാലഹാ ഫയദഉഹാ ഫയഖൂൽ. എനിക്കൊരു സമൂഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. സഹാബാക്കളെ കുറിച്ച് പറയാം, അവർക്ക് എന്ത് ചെയ്യും, ഹലാലുകൾ അവരുടെ ജീവിതത്തിൽ വരും. ഒരുപാട് ഹലാലുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി അവസരം ലഭിക്കും. അപ്പോൾ അവർ പറയുന്നത്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ അദ്രി അലാ മാ അന മിൻ ഹാദിഹി ഇദാ സാറത് ഫീ യദയ്യ. ഹലാലായ ഒരു കാര്യം സഹാബത്തിൻ്റെ കൈകൾക്ക് വന്നു കിട്ടിക്കഴിഞ്ഞാൽ സഹാബാക്കൾ അത് തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നത്, ഇതെങ്ങാനും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ഈ ഹലാൽ എന്നെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരുപാട് ഹലാലായ കാര്യങ്ങൾ വരെ അവർ മാറ്റി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ദുനിയാവിലെ ജീവിതത്തിന് പ്രാമുഖ്യം നൽകി എന്ന് പറയുമ്പോൾ ആ ആയത്തിന് എന്തുണ്ട്, നമ്മൾ വിചാരിക്കാത്ത ആഴത്തിലുള്ള അർത്ഥം ആ ആയത്തിനുണ്ട്. ഇബ്നു മുബാറക് റഹിമഹുല്ലയുടെ അസ്സുഹുദ് എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ ഒരുപാട് ഉദ്ധരണികൾ സ്വഹാബാക്കളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അവരൊക്കെ എങ്ങനെയാണ് ദുനിയാവിനെ വീക്ഷിച്ചത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ സ്വഹാബാക്കളുടെ ജീവിതവും താബിഈങ്ങളുടെ ജീവിതം വായിക്കുകയും അതിനോട് നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന് പ്രാമുഖ്യം നൽകുന്ന, ആഖിറത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.